ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുള്ളതുണ്ടല്ലോ പിൻകോഫ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നുണ്ടല്ലോ, ഇവിടെ ഫുഡ് ഉണ്ടാക്കാനാണ് കേട്ടോ. ഇത് പിൻകോഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മളൊരു പള്ളിയിൽ, ഇന്ന് ജർമ്മൻ പള്ളിയിൽ ഇവിടെ ഉള്ളത് ഒരു മലയാളി വികാരി അച്ഛനാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ആഗ്രഹം നമ്മുടെ ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്നും, അപ്പോൾ ഇന്ന് ഇവിടെ കുർബാന ഇന്ത്യനും ജർമ്മനും തമ്മിൽ മിക്സ് ചെയ്ത നമ്മുടെ മലയാളം പാട്ടുകളും അതുപോലെ തന്നെ ജർമ്മനും കൂടി മിക്സ് ചെയ്ത കുർബാനയും കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഫുഡാണ് ഇവർക്ക്. അപ്പോൾ ഇന്ന് ഈ ഫുഡ് കഴിക്കാനും പരിപാടികൾക്കൊക്കെ ആയിട്ട് ഏകദേശം 90 പേരോളം ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണ് ഈ സ്ഥലം. നമുക്കൊരു 2 മണിക്കൂറോളം യാത്ര ചെയ്താണ് നമ്മളിവിടെ എത്തിയത്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ പന്നിക്കറിയുമാണ് കേട്ടോ. ഇവർക്ക് പറഞ്ഞിരിക്കുന്ന പോർക്ക് കറിയും ആണ് കേട്ടോ. എന്നാൽ നമ്മൾ ആദ്യം നമ്മുടെ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഫ്രൈഡ് റൈസ് അല്ലേ, അപ്പം നന്നായിട്ട് റൈസ് ഇരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഭയങ്കര നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. നല്ല രസമാണ്. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടായിരിക്കും പുറത്ത് നല്ല വെയിലൊക്കെ വെച്ചിട്ടുണ്ട്. വെയിലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഭയങ്കര കാറ്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായില്ല, ഭയങ്കര കാറ്റും അതുപോലെ തണുപ്പാണ് കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ കത്തിയൊക്കെ അടിച്ചിരിക്കുന്നു, ഇവർ നല്ല പ്രകൃതിയായി ജോലി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റൈസ് നല്ല ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഫ്രൈ ചെയ്തെടുത്ത റൈസ് വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുവാണ് കേട്ടോ. നമ്മൾ പുറത്തു നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് തൊട്ടടുത്ത് തന്നെയാണ് പള്ളി. ഇത് അച്ഛൻ താമസിക്കുന്ന വീടിന് പുറകുവശത്ത് വലിയൊരു കെട്ടിടമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സൗകര്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ ആണെങ്കിൽ നല്ല സ്ഥലമുണ്ട്. പിള്ളേർ ഇപ്പോൾ അകത്ത് കയറിയിരിക്കുവാണ്. ഇത് പള്ളി കേട്ടോ, ഇതാണ് പള്ളി. ഈ പള്ളി കാണാൻ തന്നെ നല്ല രസമാണ്. ഇങ്ങനെ ഇഷ്ടിക വെച്ചാണ്, അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ലൊരു ഭംഗിയുള്ളൊരു പള്ളി കേട്ടോ. ആദ്യമായിട്ടാണ് ഈ പള്ളിയിലൊക്കെ വരുന്നത്. അപ്പം ഇവരങ്ങനെ നമ്മൾ ഇതുവരെ ഇത്രയും പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇത് മാത്രമല്ല, ഭയങ്കര രസമായിരുന്നു. ഇവരെല്ലാം വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് മാത്രമല്ല, നമ്മുടെ കൂടെ കുറച്ച് പേര് നമ്മളെ സഹായിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ ഇടവകയിലെ കുറച്ച് ആളുകളാണ്. ഇവർക്ക് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കുന്ന കാണാനും പഠിക്കാനും അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിള്ളേർ അവിടെ ഓടി കളിച്ച് കിടക്കും. കുറച്ച് നേരം ഇവരെ ഇറക്കി വിട്ടാണ് കേട്ടോ. ഇവർ TV ഒക്കെ കാണുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഓടിയൊക്കെ കളിക്കാൻ പറഞ്ഞു. ഇങ്ങനെ വെയിലൊക്കെ ഉണ്ട്, ഓടുമ്പോൾ നമുക്ക് തണുപ്പാണെങ്കിലും ഇങ്ങനെ വെയിലടിക്കുമ്പോഴേക്കും നമുക്ക് തണുപ്പൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഇതുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ വിറക് വെട്ടി വെച്ചിരിക്കുന്ന പോലെ വെട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ചില വീടുകളുണ്ടല്ലോ, ഈ വിറക് വെച്ച് ചൂടാക്കി നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ പ്രത്യേക ഒരു ഇതുണ്ട്. അതിനകത്ത് ചൂടാക്കുമ്പോഴേക്കും നമുക്ക് നല്ല ചൂടായിരിക്കും. സാധാരണ നമ്മുടെ വീട് ചൂടാക്കുന്നതിനേക്കാളും ചൂടും നമുക്ക് കിട്ടും കേട്ടോ. നല്ല തണുപ്പ് കാലത്ത് ഇങ്ങനെ വിറക് വെച്ച് ചൂടാക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. പിള്ളേർക്കൊക്കെ ഇളക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം. കാരണം ഇവരുടെ കിൻഡർ ഗാർഡനിലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ആഴ്ചയിലൊക്കെ ഇവരെയും കൊണ്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്യും കേട്ടോ. ഇവരെയും കൊണ്ട് തന്നെ അവരെല്ലാം പറഞ്ഞ് ചെയ്യിക്കും. ഇങ്ങനെ കുഴയ്ക്കുമോ, പൊടികൾ കുഴയ്ക്കുമോ, കേക്ക്, അങ്ങനെ ഓരോരോ പിസ്സ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിള്ളേരെയും കൊണ്ട് ഉണ്ടാക്കിക്കേ. അതുകൊണ്ടാണ് പിള്ളേർ വന്ന് അപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇവർക്കും ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോഴാണെങ്കിലും ഇവർ ഭയങ്കര സഹായിക്കാനൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പം അങ്ങനെ വെള്ളമൊക്കെ തിളച്ചു, നമ്മൾ അതിനകത്തേക്ക് ചോറൊക്കെ ഇട്ടു. അപ്പം ഇത് ഇറക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പിള്ളേർ കളിക്കുന്നു. പിന്നെ നമ്മളോട് ഞാൻ പറഞ്ഞല്ലോ പോർക്ക് കറിയാണ് വേണ്ടതെന്ന്. അപ്പം ചോറ് വെന്ത് കഴിഞ്ഞു. ഇനി നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്നു. അടുത്ത് നമ്മൾ പോർക്ക് കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്താണ് കേട്ടോ. അപ്പം നമ്മുടെ തന്നെ രീതിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല, കാരണം ഇവർക്ക് കുറച്ച് എരിവ് ഇവർ കഴിക്കുമല്ലോ. നമ്മുടെ രീതിക്കാണെങ്കിൽ നമുക്ക് നല്ല എരിവൊക്കെ ഇട്ട് ഉണ്ടാക്കാം. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചുകൂടി വേണം ഉണ്ടാക്കാനായിട്ട്. ഒട്ടും എരിവ് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കാരണം ഇവർ എരിവൊന്നും കഴിക്കുന്നവരല്ല. പക്ഷേ എരിവില്ലാതെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇന്ത്യൻ ഫുഡൊക്കെ ഇവർക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പറയും ഇന്ത്യൻ ഫുഡ് ഇഷ്ടം, ഓരോരോ പേരുകൾ പറയും. ചിലപ്പോൾ ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത പേരുകളൊക്കെ, അതായത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ചിട്ട് ഇവർ പറയും കേട്ടോ. അപ്പം ഏകദേശം കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എരിവൊന്നും ഇല്ലാതെ വളരെ സൂക്ഷിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ കേട്ടോ. അപ്പം ഇങ്ങനെ ഇപ്പം നമ്മൾ പെട്ടെന്നാണെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം ഞാൻ കാണിച്ചില്ലായിരുന്നു, നമ്മൾ പുറത്തിരുന്നായിരുന്നു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഇവിടുത്തെ ഗാരേജിലേക്ക് മാറി കേട്ടോ. കാരണം പുറത്ത് ഭയങ്കര കാറ്റടിച്ചിട്ട് നമുക്ക് തണുത്തിട്ട് ഒരു രക്ഷയില്ല. അത് മാത്രമല്ല, അടുപ്പിൻ്റെ തീ ഒരു വശത്തേക്ക് പറന്നു പോവുക. ചോറൊക്കെ വെക്കാൻ നേരത്ത് തീ അങ്ങോട്ട് മാറിപ്പോകുമ്പോഴേ കറക്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചിങ്ങനെ ഊറ്റുമല്ല ചെയ്തത്, കറക്റ്റ് പാകത്തിന് വേവിച്ചെടുക്കുക ചെയ്ത ചോറേ. അതുകൊണ്ട് നമ്മളിങ്ങോട്ട് മാറ്റി. കാരണം വൈകുന്നേരം ആയി ഏകദേശം. ഇപ്പം
ഇവിടെ രാവിലെ തുടങ്ങിയതാണ് കേട്ടോ. വൈകുന്നേരത്തേക്കാണ് ഫുഡ് വേണ്ടത്, അതുകൊണ്ട് നമ്മളെല്ലാം പയ്യെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഭയങ്കര രസമായിരുന്നു. അപ്പം അകത്തായതുകൊണ്ട് കുറച്ച് പാടുണ്ട്, നമ്മൾ പുറത്തായിരുന്നു കുറച്ചുകൂടി സൗകര്യം. അപ്പൊ സന്ധ്യയായി. ഇവിടെ 5:30-ക്കാണ് കേട്ടോ ഇവിടെ നമ്മളോട് ഫുഡ്. 5:30 ആകുമ്പോഴത്തേക്കും കുർബാന കഴിയും. ഇവര് 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവർ ഫുഡ് കഴിക്കുന്നത്. അന്നേരത്തേക്ക് കറക്റ്റ് ടൈമിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, കാരണം നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് അല്ലേ, നല്ല ചൂടോടുകൂടി കഴിക്കുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് ടൈമിൽ തീർക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കറക്റ്റ് ചൂടോടെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് ചൂടാറാതെ വെക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവരൊരു ഹോളി വെച്ചാണ് കുർബാന കഴിഞ്ഞ് ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത്. ഇവര് ഇങ്ങനെ ഇപ്പം പള്ളി കുർബാനയ്ക്ക് ഒത്തിരി പേരുണ്ട് കേട്ടോ. പക്ഷെ ഇവർ ഫുഡ് കഴിക്കാൻ വരുന്നവര് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണം ആരൊക്കെ വരുമെന്ന്. അപ്പൊ അങ്ങനെ ഏകദേശം 90 പേരോളമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മലയാളികളും ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. കാരണം അവര് ഇടവക്കാരൊക്കെ കുറച്ച് പേര് സഹായിക്കാനൊക്കെ വന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സവോള തൊണ്ട് പൊളിച്ചു തരിക, അങ്ങനെ ക്യാരറ്റിന്റെ തൊണ്ട് പൊളിച്ചു തരിക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. കുറച്ച് അയ്യോ അങ്ങനെയൊക്കെ അവർ ഒരുപാട് ജോലി നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. പിന്നെ നല്ലൊരു തണുപ്പുള്ള ദിവസമല്ലേ. പിന്നെ ചൂടുള്ളപ്പോഴാണെങ്കിൽ നമുക്ക് ഇതിന് ചൂടൊക്കെ അടിക്കുമ്പോഴത്തേനും തണുപ്പായതുകൊണ്ട് നമ്മൾ അത്ര മടുപ്പ് വരുന്നില്ല കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒത്തിരി സഹായവും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് പിള്ളേരെയൊക്കെ നോക്കിയിരുന്നു. ഇതൊക്കെ കണ്ട് പിള്ളേരും ഒന്ന് കുറേ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ ഈ ഹാളെന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് അങ്ങ് പോകാനുള്ളതേ ഉള്ളൂ പള്ളിയുടെ അവിടുന്ന്. നമ്മൾ ഫുഡൊന്നും വിളമ്പി കൊടുക്കാനായിട്ട് പോകണ്ട, ജസ്റ്റ് ഫുഡെല്ലാം റെഡിയാക്കി ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. അതിലെല്ലാം അവർ ആളുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ ഹാളൊക്കെ കണ്ടായിരുന്നേ. ഹോളൊക്കെ എല്ലാം നമ്മുടെ ഇന്ത്യൻ പതാകയുടെ ഇതൊക്കെ വെച്ച്, ടേബിളൊക്കെ ഇന്ത്യൻ പതാക, നമ്മുടെ ഇന്ത്യൻ ഫുഡല്ലേ, അപ്പം നമ്മുടെ ഇന്ത്യയുടെ രീതിയിലുള്ള എല്ലാ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ അതൊന്നും വീഡിയോ പിടിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. കാരണം ഒരുപാട് 90 പേരോളം ഉണ്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല വീഡിയോ പിടിക്കണമെങ്കിൽ, എല്ലാവരോടും പെർമിഷനൊക്കെ ചോദിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ വീഡിയോ പിടിച്ചില്ല കേട്ടോ. അവിടുത്തെ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല. പക്ഷെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒത്തിരി നമ്മളെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. അവിടെ വെച്ച് ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട്, നമ്മൾ ആദ്യമായിട്ടല്ല ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കിയത്. അവർ ഭയങ്കര അഭിപ്രായം നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മളോട് ഫുഡ് കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. ഇപ്പൊ കുറച്ച് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി.